ആദ്യ നബി അലൈഹി സ്വലാം ദീന് കൊണ്ടുവന്നു, ഇസ്ലാമിനെ കൊണ്ടുവന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിനൊരു വിശദീകരണമുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് കൊണ്ടുവന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് പൂർത്തീകരിച്ചു, അങ്ങനെയും പറയും. അതിനൊരു വിശദീകരണമുണ്ട്. നമ്മൾ ഇന്ന് ആചരിക്കുന്ന മതം അത് റസൂലുള്ള കൊണ്ടുവന്നതല്ല, റസൂലുള്ളയല്ല കൊണ്ടുവന്നത്, ആദ്യ നബിയാണ്. പൂർത്തീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു പരാമർശമുണ്ട്, അത് ശരിയാ. ഇനി നമ്മൾ ഇന്ന് ആചരിക്കുന്ന മതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കൊണ്ടുവന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പൂർത്തീകരിച്ചതും, അങ്ങനെയും പറയും. അതും ശരിയാണ്. അത് രണ്ട് നിലക്കാണ്. ആദ്യ നബി അലൈഹിസ്സലാം കൊണ്ടുവരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഉസൂലാകുന്നു, വിശദാംശമല്ല, ശരീഅത്തല്ല. ആദ്യ നബി അലൈഹി സ്വലാമിന്റെ കാലത്തുള്ള ശരീഅത്തല്ല ഇന്ന് നമുക്കുള്ളത്. അപ്പൊ ആദ്യ നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്തിൽ അഭിവാദ്യത്തിന്റെ പേരിൽ സുജൂദ് ചെയ്യലുണ്ട്, ഈ ശരീഅത്തിൽ അതില്ല. ആദ്യ നബിന്റെ ശരീഅത്തിൽ ആങ്ങളും പെങ്ങളും വിവാഹം ചെയ്യലുണ്ട്, അവിടെ വേറെ ആരും ഇല്ലല്ലോ, ആങ്ങളും പെങ്ങളും തന്നെ ഉള്ളൂ. ഈ ശരീഅത്തിൽ അതില്ല. അങ്ങനെ വിശദാംശം നോക്കുമ്പോൾ ആദ്യ നബി കൊണ്ടുവന്ന ഇസ്ലാമേ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഇസ്ലാമായിട്ടാണ് വന്നത്, പുതിയൊരു ഇസ്ലാമും കൊണ്ടാണ് നബിനെ പറഞ്ഞയച്ചതെന്ന് പറയും. അത് ശരീഅത്തിനും കൂടി ചേർത്ത് പറയുമ്പോഴാണ്. ആ ശരീഅത്ത് കൊണ്ടുവന്നതും ആരെന്നെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പൂർത്തിയാക്കിയത് ആരെന്നെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അള്ളാഹിന്റെ അരികിൽ സ്വീകാര്യമായ മതം ഇസ്ലാമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മുറാദ് എന്താണ്? അല്ലദീ ജാഅ ബിഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇസ്ലാമാണ് അവിടെ ഉദ്ദേശം.